ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റെവിടെയല്ല, ആലപ്പുഴയുടെ തന്നെ അമ്പലപ്പുഴ ഭാഗത്താണ്. അമ്പലപ്പുഴ ഭാഗത്ത് മദ്യപാനിക്ക് എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അമ്പലപ്പുഴ ഭാഗത്ത് ബാറുകളൊന്നും തന്നെ ഇല്ല. അറിയാലോ, ബാറുകൾ ഉണ്ടെങ്കിൽ ആലപ്പുഴ ടൗണിലേക്ക് തന്നെ പോകണം. പിന്നെ എന്തിന് മദ്യപാനി ഇവിടെ അമ്പലപ്പുഴ കിടന്ന് കറങ്ങുന്നു ഇപ്പോൾ നിങ്ങൾ ചോദിക്കും. അമ്പലപ്പുഴക്കാർക്ക് ഒരാളുടെ കഥ പറയാനുണ്ട്. മറ്റാരുടെ അല്ല, വഹാബിക്ക. ഒരു ചെറിയ ഹോട്ടലുകാരൻ, ഹോട്ടൽ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു പഴയ നാടൻ സ്റ്റൈലുള്ള ഒരു തട്ടുകടയെന്ന് വേണേൽ പറയാം നമുക്ക്. ആക്ച്വലി ആ പുള്ളിക്കാരൻ്റെ കടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മറ്റൊന്നിനുമല്ല, അവിടെ ഒരു നല്ല ഓഫർ. 50 രൂപയ്ക്ക് ബീഫ് കറിയും പൊറോട്ടയും കിട്ടും. 5 പൊറോട്ടയോ 4 പൊറോട്ടയോ മറ്റാണെന്നാണ് നമ്മൾ വിവരം അറിഞ്ഞത്. അപ്പോൾ എന്നിരുന്നാലും മദ്യപാനി ഇപ്പോൾ ഫുഡ് അടിയും കൂടെ ആണല്ലോ. മദ്യപാനി ഡ്രങ്കൻ ജീൻ ചാനൽ പരിഷ്കരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പൊറോട്ടയും ബീഫ് കറിയും അടിക്കാൻ വേണ്ടി നമ്മുടെ വഹാബിക്കയുടെ കടയിലോട്ട് പോവുകയാണ് ഗായ്സ്. സോ സ്റ്റേ ട്യൂൺ, കാരണം നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. സ്റ്റേ ട്യൂൺ ഗായ്സ്. ഈ കാണുന്നതാണ് നമ്മുടെ കാക്കാഴം പാലമണി കാണുന്നത്. അതായത് അമ്പലപ്പുഴ പാലം എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കാക്കാഴം പാലമണി കാണുന്നത് അമ്പലപ്പുഴയുടെ. ഇത് ഇറങ്ങി നേരെ ചെല്ലുന്നതാണ് അമ്പലപ്പുഴ, കച്ചേരി മുക്കം എന്നൊക്കെ പറയും അല്ലയോ? അതെ. ഇതിന്റെ താഴെ കൂടെയാണ് റെയിൽവേ പാത പോകുന്നത്. ഇന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ്, അകത്തായിട്ടാണ് നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. റെയിൽവേ പാലം ഈ കാണുന്ന റെയിൽവേ ക്രോസ്. റെയിൽവേ ക്രോസ് അല്ല, റെയിൽവേ പാലം. ഈ വലത്തേ സൈഡിൽ കാണുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്, കാക്കാടൻ പള്ളിയാണ് കാണുന്നത്. മുസ്ലിം ജമാഅത്താണ്. ഇവിടേക്ക് ഈ പെരുന്നാൾ സമയത്തൊക്കെ വരണം കഴിച്ചു. രാത്രിയൊക്കെ കാണുമ്പോൾ നല്ല എന്താണ് പറയാ, നമ്മുടെ മുല്ലക്കച്ചറപ്പിനെക്കാളും, അത് ചെറപ്പിനെക്കാളും അല്ല, മുല്ലക്കച്ചറപ്പ് പോലെയൊക്കെ തന്നെ മൊത്തം ഒരു താജ്മഹൽ പോലെയാണ് അലങ്കരിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെക്കുന്നത്. ഗായ്സ്, ഇവിടെ പാർക്കിങ്ങിന് നല്ല സീനാണ് കേട്ടോ. കാരണം ചെറിയൊരു വഴി ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ ഗായ്സ്, കേട്ടുകേൾവി പോലെ തന്നെ വഹാബിക്കാന്റെ ചായക്കട. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് വഹാബിക്കാനൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. കയറി വരുമ്പോ തന്നെയുള്ള ദൃശ്യം ഇതൊക്കെയാണ്. നിങ്ങളെ യൂട്യൂബിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ യൂട്യൂബിലും കൂടെ വരാൻ ഒരു അവസരം ആയിക്കോട്ടെ. തിരക്കാണല്ലേ? തിരക്കാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, തിരക്കാണല്ലോ ഫുൾ ടൈം. അപ്പൊ നമ്മളെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു. നിങ്ങളുടെ കടയും നിങ്ങളുടെ പേരുമാണ് ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ 50 രൂപയുടെ ആ സ്പെഷ്യൽ പൊറോട്ടയും കറി, ബീഫ് കറി എന്ന് വേണം നമുക്ക് പറയാം. മൂന്നര മണിക്കാണ് ഇവർ പരിപാടി തുടങ്ങുന്നത്. വെളുപ്പിനെ 3 മണിക്ക് ഓപ്പൺ ചെയ്യും. 1:30 ഞങ്ങൾ. അതെ. അപ്പൊ ഈ 3:30 തുടങ്ങുന്ന ഉദ്ദേശം എന്താണ്? കാര്യം കാണുന്നത് ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരും പിള്ളേരും. അപ്പൊ ഇവിടെ കടപ്പുറം ഏരിയ വള്ളക്കാരും
അതെ. 4 മണിയാകുമ്പോൾ വളർച്ചയിൽ പോകാൻ പറ്റും. പിന്നെ ഡോക്ടർമാരൊക്കെ ഈ നെയ്റ്റോട്ടിലുള്ള ഈ ചിക്കൻ ദിവസന്മാർ നല്ലൊരു വർക്കർ 4 മണിക്കുള്ളിൽ വന്നിരിക്കും. അവർക്കൊക്കെ ഫുഡ് കിട്ടുന്നതാണ്. അതെ. അപ്പൊ അതാണ് guys ഇതിന്റെ ഈ 3 രൂപയുടെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അന്നേരം തന്നെ പൊറോട്ടയും കറിയോ ഇറച്ചിയാണ്. ഇറച്ചി കഴിക്കാനാണ് കൂടുതലും ഇത് ഇതുപോലെ ഡിസ്കൗണ്ട് കൊടുത്ത് ആര് വരാതിരിക്കും. നമ്മുടെ ദൂരമൊന്നും ഒന്നും അല്ല, എത്രയോ ദൂരെ നിന്ന് ആൾക്കാർ ഒരുപാട് ദൂരമുണ്ട്. പുറം കച്ചവടം ഇഷ്ടത്തിന് ഇത്തിരി കഴിഞ്ഞറിയാം വണ്ടി ഏറ്റവും പ്രധാന പ്രശ്നം വണ്ടി പാർക്കിങ്ങിന്. ഇത് തീരാനായി ഇനിയിപ്പോൾ അടുത്ത ഉടനെ തന്നെ സെറ്റപ്പ് ചെയ്യും. ലാവിഷായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് 4 പൊറോട്ട കറി 50 രൂപയുടെ സെറ്റ് കൊടുത്തോണ്ടിരിക്കുന്ന. ദോശ 2 രൂപ. ചൂട് പാറൊന്നും കേട്ടു. ഇന്ന് അടുപ്പാണല്ലേ? അടുപ്പാണ്. അടുപ്പ് വെച്ചത് തീയുടെ പണിയേ ഉള്ളൂ. അത് സ്റ്റൗ അല്ല, വിറകെത്തിച്ചുള്ള പരിപാടിയാണ്. ഇത് 50 പൊറോട്ടയും ബീഫ് റോസ്റ്റ്, ബീഫ് കറിയല്ലേ? കറി. ഇത് കഴിക്കാൻ വേറെ എന്തൊക്കെ കറികളുണ്ട് ഇവിടെ? ഇവിടെ മുട്ടക്കറി ഉണ്ട്, കടലക്കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. ഓക്കെ. മുട്ടക്കറിക്കൊക്കെ എത്ര രൂപയാണ്? മുട്ടക്കറി 20 രൂപ. ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ 20 രൂപ, ബീഫ് ഫ്രൈ 40 രൂപ, ചിക്കൻ ഫ്രൈ 50 രൂപ. മീഡിയം പീസ്, മീഡിയം എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള പീസ്. അതെ, 3 ഒക്കെ ഇന്നത്തേക്കാണോ നാളത്തേക്കുള്ളതാണ്? ഒന്നും വേസ്റ്റ് ആവത്തില്ല അല്ലേ? കുറച്ചുകൂടെ സിംഗിൾ ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? ഓ, നിസാറ്. അതെ, പുതിയ സ്റ്റാഫാണോ? എവിടെ സ്ഥലം എവിടെയാണത്? അത് ശരി, ഓക്കെ. ഇതെന്താ സംഭവം? ചിക്കൻ ഫ്രൈ ആണല്ലേ? ഇത് ബീഫ് ഫ്രൈ അല്ലേ? ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ഒക്കെ നേരിട്ട് മറ്റ് കെമിക്കൽ ഇതൊന്നും ചേർക്കാവുള്ളതാണ്. എല്ലാം നാച്ചുറൽ സോഴ്സും കാര്യങ്ങളൊന്നും ചേർക്കും. മസാലയൊക്കെ ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കും. നമ്മൾ തന്നെ പിടിക്കുന്നത് നാടൻ സാധനം. അതെ, അപ്പൊ മൊത്തത്തിലൊരു നാടൻ തനിമയാണ് ഇവിടെ. ബീഫ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാലയൊക്കെ പൊരിക്കും.
പിടിച്ചു തരാൻ പറഞ്ഞ നാണക്കേടാണ്. അപ്പൊ ട്രങ്കച്ചി, താങ്കൾ വേണേ എടുത്ത് പിടിപ്പിച്ചോ, പെട്ടെന്ന് കുടിച്ച് തീർക്കരുത് കേട്ടോ. കാരണം ആ പരിപാടി ഇവിടെയും കാണിക്കില്ല. അതാണ് ഗൈസ് പെർഫെക്റ്റ്നെസ് എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, എല്ലാത്തിനും പുകഴ്ത്തി പറയുന്നു അല്ല. കാരണം ചില കടകളിലൊക്കെ നമ്മൾ പോകാൻ നേരത്തെ എന്താണ് കൊടും മധുരമായിരിക്കും, അല്ലെങ്കിൽ മധുരവേ കാണത്തില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ബാലൻസ്ഡ് കണക്കിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പാഴ്സൽ എത്തിയിരിക്കുകയാണ്, ആ സ്പെഷ്യൽ പാക്കേജ് പാഴ്സലുകൾ. 50 രൂപയ്ക്ക് 4 പൊറോട്ടയും ബീഫ് കറിയും കൂടെ. ആലപ്പുഴ വേറെ എവിടെ കിട്ടും? ഇൻഫാക്ട് കേരളത്തിൽ വേറെ എവിടെ കിട്ടും എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇവിടെ കിട്ടും, ഇതാ അവിടെ കിട്ടും. അതാണ് ദാ ഈ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേടിച്ചെങ്കിൽ പോയാൽ പറ്റത്തില്ല, കാശ് കൊടുക്കണം. നമ്മൾ എത്തിയിരിക്കുകയാണ് മറ്റെവിടെയല്ല, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഹൗസ് ബോട്ട്. നമ്മുടെ പണ്ട് നമ്മൾ JD വീഡിയോ ചെയ്ത അതേ ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ കമ്പനിക്കാരൻ ഇന്ന് വെള്ളം അടിച്ച് പൂസാവാൻ പോകുന്നത്. പൂസൊന്നും ആവത്തില്ല, നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം അടിക്കും. അപ്പോൾ നമ്മുടെ കമ്പനിക്കാരനെ കാണണ്ടേ? കമ്പനിക്കാരൻ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞൊരു ട്രിപ്പ് ലാസ്റ്റ് നമ്മൾ കൊച്ചി ട്രിപ്പ് നടത്തിയപ്പോഴേക്കും നമ്മളൊരു സാധനം മേടിച്ചത് ഓർമ്മയുണ്ടല്ലോ, ദാ ഇവനെ. നമ്മൾ പിറ്റേ ദിവസം രാവിലെ കഴിക്കാമെന്നുള്ള ധാരണയിലാണ് നമ്മൾ മേടിച്ചിരുന്നത്. പക്ഷേ അന്ന് നല്ല ഹാങ് ഓവറും ഉറക്കക്ഷീണവും ശരീരവേദനയും കാരണം നമുക്കത് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ പലരും സംശയം തോന്നി കാണും, ആ വീഡിയോ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ സാധനം മേടിച്ചിരുന്നു, പിറ്റേ ദിവസം ഒരു സീക്വൻസ് ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ കളയാൻ പാടില്ല, നമ്മൾ മേടിച്ച കമ്പനിക്കാരനെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലിഫ് ഹാങ്ങറിൻ്റെ 3ാമത്തെ വേർഷനാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ക്ലിഫ് ഹാങ്ങറിൻ്റെ നോർമൽ നമ്മൾ ട്രൈ ചെയ്തു, ഓറഞ്ച് ട്രൈ ചെയ്തു, പിന്നെ ഇപ്പോൾ ദാണ്ട്രാ ഗ്രീൻ ആപ്പിൾ. നമ്മുടെ ആലപ്പുഴയിൽ ഗ്രീൻ ആപ്പിളിൻ്റെ ഫുള്ള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കണ്ടതാണ് പല വീഡിയോസിലും, കൺസ്യൂമർ ഫെഡ് പോയപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ എറണാകുളം നമ്മൾ ഇതിൻ്റെ ചെറിയ രൂപം ഒരു പൈൻറ്റ് മേടിച്ചിട്ടുണ്ട്. പല പൈൻറ്റിലുണ്ടോ അതറിയാണോ? അതെ, ഒരു പൈൻറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പൈൻറ്റിന് എത്രയാണെന്ന് പറയുന്നത് 700 രൂപയാണ് ഒരു പൈൻറ്റിൻ്റെ വില. 700 രൂപ. കാരണം അത്രയും വാല്യൂ ഫോർ മണി ആണിത്. കാരണം പ്രീമിയം സാധനം ആകുമ്പോൾ പൈൻറ്റ് ആയാലും അരയായാലും എന്താണെന്ന് പറഞ്ഞാലും റേറ്റ് കൂടും. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ്, നമ്മുടെ ക്ലിഫ് ഹാങ്ങറിൻ്റെ മറ്റേ വീഡിയോയിൽ. അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം സജ്ജമാണ്. ഈ 2 ഗ്ലാസ് കൂടെ കിട്ടിയാൽ മതി. നമ്മുടെ ചേട്ടായി ഇപ്പോൾ ഗ്ലാസും കൊണ്ട് വരും. സോ ഗായ്സ്, നമ്മുടെ ചേട്ടായി നമുക്കിതാ ഗ്ലാസ്സുമായിട്ട് എത്തിക്കഴിഞ്ഞു. അതിനെന്താ, ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ താഴോട്ട് വരത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തിനാ? അത് ശരി, പോയായിരുന്നു മലക്ക്. ആ നിങ്ങളൊക്കെ പിന്നെ പോവാതെ പിന്നെ ആര് പോകാനല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ സാധന സാമഗ്രികളെല്ലാം എത്തി. എന്നിരുന്നാലും ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ സജ്ജമാക്കാൻ പോകുന്നതേ ഉള്ളൂ. മിസ്റ്റർ ഡ്രങ്കൻജിയുടെ കസ്റ്റഡിയിലാണ് എല്ലാം. ഇത് ഞാൻ വാശി പിടിച്ച് മേടിച്ച സാധനമാണ്. നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലേസ് ക്രീം ആൻഡ് പിന്നെ നമ്മുടെ വഹാബിക്കയുടെ കടയിൽ നിന്ന് മേടിച്ച അട്ടിപ്പൻ ഓഫർ കിട്ടിയ സാധനം. അവിടെ മാത്രം കിട്ടുന്ന, കേരളത്തിൽ മാത്രം കിട്ടുന്ന നമ്മുടെ ഐറ്റം. 50 രൂപയ്ക്ക് പൊറോട്ടയും ഇറച്ചി. മറ്റെവിടെയും കിട്ടത്തില്ലല്ലോ. എൻ്റെ അറിവിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും കിട്ടാൻ മാർഗ്ഗമില്ല, ഒരു തർക്കവും ഇല്ല. ഇത്രയും ലാഭത്തിൽ കിട്ടുന്നൊരു കട വേറെ എവിടെയില്ല. വേൾഡ് റെക്കോർഡ് ആയിരിക്കില്ലേ എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. പ്ലേറ്റ് കൊണ്ടുവന്നില്ലല്ലോ പ്ലേറ്റ് ചേട്ടാ, 2 പ്ലേറ്റ്. വെള്ളം വേണ്ട. ആ വെള്ളം കൂടെ എടുത്തോട്ടെ, ആയിക്കോട്ടെ. നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മൾ പറഞ്ഞ അവർ തരംതാഴ്ത്തത്തില്ല. അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സോഷ്യൽ ബിഹേവിയർ ഉണ്ടല്ലോ, നമ്മളൊക്കെ ശരിക്കും സന്തോഷിപ്പിക്കും ഒരുപാട്. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സറിഞ്ഞ് അതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ ഇങ്ങോട്ട് വരും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഗ്ലാസ് മീൻസ് പ്ലേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, വെള്ളം വേണോ ചോദിക്കും. അതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കി അവർ ചെയ്യും. അതൊക്കെ ശരിക്കും മനസ്സിന് ഒരുപാട് സംതൃപ്തി തരുന്നൊരു കാഴ്ചയാണ്. അതൊക്കെ നമ്മുടെ വഹാബിക്കയുടെ കട പോലെ തന്നെ. കാരണം പറഞ്ഞില്ല, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാതിരിക്കുന്നത് മോശമാണ്, എന്നാലും പറയാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. കാരണം അവിടുത്തെ ഒരു ആംബിയൻസ്, കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ വരുന്നതാണ് ഇഷ്ടം പോലെ. കാരണം ഈ ചെറുത് തൊട്ട് മുട്ടൻ വമ്പൻ സ്രാവ് വരെ നമ്മുടെ വഹാബിക്കയുടെ കടയിൽ പോയി ബ്ലോഗ് ചെയ്യാറുണ്ട്. എന്നിട്ടും പുള്ളി ഓരോ ആൾക്കാർ വരുമ്പോഴും ചെറുതോ വലുതോ എന്ന് നോട്ടോ ഇല്ലാതെ ആര് തന്നെ വന്നാലും പുള്ളി എല്ലാവരോടും ചിരിച്ചുകൊണ്ടും, ആ തിരക്ക് നിങ്ങൾ കണ്ടതാണല്ലോ, ആ തിരക്കിനിടയിലാണെങ്കിൽ പോലും പുള്ളിക്കാരൻ അവർ അറ്റൻഡ് ചെയ്യും. പുള്ളിയെ കൊണ്ട് കഴിയുന്നുവെന്ന്. കാരണം ഒന്ന് ആലോചിക്കണം നിങ്ങൾ, 3:30 രാവിലെ, അതായത് 1 മണിക്കാണ് പുള്ളി അവിടെ ഷോപ്പ് ഓപ്പൺ ആക്കുന്നത്. എന്നിട്ട് പോലും ഇത്രയും ടയേർഡായിട്ട് പുള്ളി തന്നെയാണ് ക്യാഷിലും, പുള്ളി തന്നെയാണ് ചായ അടിക്കുന്നതും എല്ലാം പുള്ളി തന്നെയാണ്. വേറെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ പുള്ളി അതിനകത്തെല്ലാം പുള്ളിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എന്നിട്ടും പുള്ളി നമ്മൾ ചെന്നപ്പോൾ സന്തോഷത്തോടെ, അവസാന നിമിഷം വരെ സന്തോഷത്തോടെ പുള്ളി നമ്മളെ അറ്റൻഡ് ചെയ്തു. മോനെ എന്നും വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം. എന്നിട്ട് നമ്മൾ അത്രയും നേരം പാഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴും പുള്ളി പറയും, മോനെ ഇതാ ചായ കുടിക്കുന്നു പറഞ്ഞ് ചായയും തന്നു. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ
ഡീലർഷിപ്പ് എന്ന് പറഞ്ഞില്ല. അതൊക്കെ അങ്ങനെ ആവണം ഇവിടെ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു കട നടത്തി പോകുമ്പോൾ. അല്ലാതെ കാശുണ്ടായി എന്ന് പുള്ളിക്കാരന് കാശില്ലാന്നൊന്നും അല്ല, പുള്ളിക്കാരന് വേണമെങ്കിൽ വലിയ ഹോട്ടൽ കെട്ടാം. പക്ഷെ പുള്ളി അത് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളി സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കടയാണ് ആക്ച്വലി അത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് 50 രൂപയ്ക്ക് പൊറോട്ടയും ബീഫും കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് പറ്റത്തില്ല. നമ്മളൊരു കട നടത്തുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാലം മുമ്പോട്ട് ചെല്ലുന്നതനുസരിച്ച് നമ്മൾ പൈസ കൂട്ടും. അതങ്ങനെയാണ് എന്ത് നമ്മുടെ സമൂഹത്തിൽ തന്നെ അറിയാമല്ലോ, എല്ലാ സാധനത്തിൻ്റെയും വില കൂട്ടിയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ് ഗായ്സ്. അത്ര എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പാത്രം തായി എത്തിക്കഴിയും. ഇനി വഹാബിക്കൻ്റെ കടയിലുള്ള സാധനങ്ങളെ ഇങ്ങോട്ട് സെർവ് ചെയ്യേണ്ട സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡ്രാഗൻ യെസ് 2 പൊറോട്ട 5 പൊറോട്ട വീതമാണ്. പക്ഷെ നമുക്ക് 4 പൊറോട്ട വീതമാണ് തോന്നല്ലേ? താഴെ പോവാ ചെറിയ രൂപ 10 ഉണ്ടല്ലേ? തൽക്കാലം 2 മതിയിടും. അതല്ല നല്ലത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ബാക്കി പാഴ്സൽ ചെയ്യാം. ഇതൊക്കെ ആ ചൂടോടെ കഴിക്കേണ്ടതായിരുന്നു. അതിന്റെ ആ ഫ്രഷ്നെസ് പോയി കഴിഞ്ഞാലും സാധനം നല്ലതായിരിക്കും. എന്തോ ബീഫ് അല്ലേ? അത് ഗ്രേവി അല്ലേ ഈ കാണുന്നത്? ഗ്രേവി മാത്രമല്ലേ ഇത്? ഗ്രേവി മാത്രമാണ്. പുള്ളിക്കാരൻ 2 പൊതി എടുത്തു. 2 പൊതി 2 പൊതി എടുത്ത് 2 പൊതിയല്ലേ പറഞ്ഞു? അതെ. അയ്യോ പൊറോട്ട കൂടുതലുണ്ടോ? അപ്പൊ പുള്ളി നമ്മളെ ചതിച്ചല്ലോ നമ്മളല്ലേ ഗായ്സ്? അതാണ് പറയുന്നത്. കണ്ടോ ഗായ്സ്, നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയാണ് വഹാബിക്ക. 2 ബീഫ് കറി ഉണ്ടോ? അപ്പൊ 2 ബീഫ് കറി. എവിടെ 2 ബീഫ് കറി? അത് 2 എണ്ണമാണല്ലേ? ഇതോ? ഇത് ഗ്രേവി അല്ലേ? ഇതും ബീഫല്ലേ? ബീഫ്. എന്റെ ദൈവമേ, പുള്ളിക്കാരൻ നമ്മളെ വഞ്ചിച്ചു ഗായ്സ്. ഇതാണ് ഗായ്സ് സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക എന്ന് പറയുന്നത്. വളരെ മോശമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരു മനസ്സിന് ഭയങ്കര ഒരു വിങ്ങലായിപ്പോയി. കാരണം നമ്മൾ 2 പ്ലേറ്റ് 50 വെച്ചുള്ള 2 പാക്കേജാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരൻ ഇത് ഒരെണ്ണത്തിനകത്ത് 2 എണ്ണം ഉണ്ടോ? അതോ 2 കറിയുണ്ട്. മൊത്തം 4 കറിയോ? അപ്പൊ 4 കറിയും 20 പൊറോട്ട. അതെ ഗായ്സ്, 20 പൊറോട്ടയും. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ 50 രൂപയ്ക്ക് 4 പൊറോട്ട, 5 പൊറോട്ടയും ഒരു ബീഫ് കറിയാണ്. പക്ഷെ പുള്ളിക്കാരൻ നമുക്കിട്ട് പണിതു, സ്നേഹത്തിന്റെ പണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 20 പൊറോട്ടയും 4 ബീഫ് കറിയാണ് എടുത്തത്. നമ്മളോടുള്ള ആ ഒരു എന്നെ പുള്ളിക്ക് അറിയത്തില്ല, എനിക്ക് പുള്ളീനെ അറിയത്തില്ല. പക്ഷേ ആദ്യമായിട്ട് കണ്ടൊരു വ്യക്തിയാണ് തന്നെയും പുള്ളിക്ക് ആ ഒരു സന്തോഷം കൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്ത് നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞു ഗായ്സ്. അതിൽ ഒരുപാട് താങ്ക് യു മിസ്റ്റർ വഹാബിക്ക. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ഒരു ഈ രീതിയിലുള്ള ഡീലർഷിപ്പ് ആയിട്ട് നിങ്ങൾ താഴ്ന്നു പോകാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അതൊരു വളരെ ഒരു അപ്രീസിയേഷൻ, ഒരു എന്താ പറയാന്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കൈ കൊടുക്കുകയല്ല വേണം, നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ് വേണ്ടത്. മിസ്റ്റർ ഡ്രാഗൻ, പണി തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. എന്നാൽ ആ മംഗളകർമ്മത്തിലേക്ക് നമുക്ക് കടക്കാം. അതെ, അവന്റെ കഴുത്തങ്ങ് തിരിച്ച് പൊളിച്ചെടുത്തേക്ക്. ക്ലിഫ് ഹാങ്കറിന്റെ ബോട്ടിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം. കഴിഞ്ഞ 2 ബോട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ. പിന്നെ കളർഫുള്ളാണ്. അതെ, പച്ചയും കൂടെ. സ്റ്റിക്കർ ഓൾറെഡി പതിഞ്ഞല്ലോ അല്ലേ? അപ്പൊ ഗായ്സ്, നമുക്ക് പണി തുടങ്ങിയാലോ? ഇന്ന് സോഡ മാൻ ഞാനാണ്. അതുകൊണ്ട് ഞാനാണ് ഇന്ന് ഫസ്റ്റ് റൗണ്ട് മൈക്ക് പിടിക്കുള്ള സോഡ ഒഴിക്കാൻ പോണത്. നമ്മുടെ ക്ലിഫ് ഹാങ്കർ ഗ്രീൻ ആപ്പിളിന്റെ എന്റെ അമ്മച്ചി. സാധാരണ ഗതിയിൽ ഡ്രങ്കൺ ടീ നമ്മൾ ഫുള്ള് മേടിച്ചാലും ചെറിയ സോഡയും മേടിച്ചോണ്ട് വരും. എന്നാൽ ഇന്ന് കണ്ടില്ലേ, ആകെ ഒരു പൈൻ്റാണ്, അതിന് ചെറിയ മുട്ടക്കാട്ട സോഡയും പറഞ്ഞു പോരുത്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് മൈക്കൂടി ആയതുകൊണ്ടാണ് ഇത്രയും സോഡ. ഓക്കെ, ഇതിപ്പോ ഒഴിച്ചപ്പോ തന്നെ ഉണ്ടല്ലോ ആ ഗ്രീൻ ആപ്പിളിന്റെ ആ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, ആ മണം, അതിന് നല്ല കൊതിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ വരുന്നു. ആ കൊതിപ്പിക്കാൻ അപ്പുറത്ത് വേറെ ഐറ്റംസും ഉണ്ട്, നമ്മുടെ പൊറോട്ടയും ബീഫ് റോസ്റ്റും. പക്ഷെ അതിനേക്കാൾ ഒരു മധുരത്തിന്റെ കൊതിപ്പിക്കലുണ്ടല്ലോ, എന്താ നല്ല വസതല്ലേ ആ ഒരു സുഗന്ധം. അത് ഒന്നൊന്നര സാധനമാണ് ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ മൈക്കോടിക്ക് ഫസ്റ്റ് റൗണ്ട് മൈക്കോടിക്ക് മുമ്പായിട്ട് നമ്മുടെ ലേസിനെ അങ്ങ് പൊട്ടിച്ചേക്കാം. ഞാൻ പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ ഡ്രാഗൺ ജി, the first cheers of a night is here. Cheers with you guys. ഡ്രാഗൺ, ഇതെന്തോടെ ആപ്പിൾ ജ്യൂസാ? സൂപ്പർ. യെസ്.
സ്ട്രോബെറി എടുക്കണ വാളെടുക്കണ? വേണ്ടി വരും. ഇത് സൂക്ഷിച്ചു പറഞ്ഞില്ലേ, എരിവ് അടിച്ച് കണ്ണി വീഴും. അത് ശരിയാ, തെറിച്ചങ്ങ് വീഴും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് വീട്ടിൽ വെച്ച്. ഞാൻ അതറിയുന്നത് ഇവിടെ വെച്ചാൽ കട്ട് ചെയ്ത് കളയും. ആ കുരുപൊട്ടി രാത്രിയൊക്കെ അടിച്ചിട്ട് ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും ഇതുപോലെ പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ കുരുപൊട്ടിക്കുന്നത്. യെസ്, ഒരിച്ചു കോളൂ. കുറഞ്ഞിട്ടോ താൻ? ഞാൻ കുറഞ്ഞിട്ട് തരട്ടെ? അത് ഓവറായി പോകും. എന്തൊന്നും പിന്നെ എന്തോ ഓവർ? താൻ കഴിക്കടോ. കഴിക്കാൻ വേണ്ടിയില്ല പുള്ളിക്കാരൻ സ്നേഹത്തോടെ നമുക്ക് തന്നത്. കുടികാരൻ സെക്കൻഡ് റൗണ്ട് മൈക്ക് വെടി. ഇറ്റ്സ് ടൈം. റിവ്യൂ കൊടുക്കുന്നുണ്ട് പിന്നെ നോ. താങ്കൾക്ക് റിവ്യൂ കൊടുക്കാൻ താല്പര്യമുണ്ടോ? അത്രേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാം നമ്മളിപ്പോ പറയാൻ പോണ എന്താണെന്ന്. ഇനി ആ സോഡയുടെ മംഗളകർമ്മം താങ്കളുടെ കയ്യിൽ എത്തില്ല. സോഡയ്ക്ക് ഒരു ഉണർവുള്ളൂ. എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ, അതല്ലേ എന്റെ പ്രത്യേകം. ഇതിനകത്ത് മദ്യം മാത്രം. അതെ. പൊറോട്ടയ്ക്ക് അത് മുക്കി കഴിക്കാൻ പോണോ? അല്ല, ലിക്കറിനകത്ത് മുക്കി കഴിക്കാൻ പോണോ? അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അവിടെ. തീർന്നു എന്റെ പൊറോട്ടയുടെ. നമ്മുടെ ക്ലിഫ് ഹാങ്ങറിന്റെ റിവ്യൂ റൗണ്ട് ഈസ് ഹിയർ. ഇത് സത്യമായ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയാൻ പോണ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിൻഡോസിംഗ് ഈസ് ഹിയർ. ഒറ്റ വാക്കി പറയാം, ഗ്രീൻ ആപ്പിൾ. വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം കുപ്പി പൊട്ടിച്ചപ്പോ തന്നെയും ഒഴിച്ചപ്പോ തന്നെയും അത് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾക്ക് മനസ്സിലായത് പോലെ ഞങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ടേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാം. പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. അതെ, ഗ്രീൻ ആപ്പിൾ. പിന്നെ ഇത്തിരി പൊഹച്ചിൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എരിവ് കഴിച്ചുകൊണ്ടാണോ അറിയത്തില്ല, എന്നാലും ചെറിയൊരു പൊഹച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ആൽക്കഹോളിന്റെ. പക്ഷെ ഫ്ലേവറും ടേസ്റ്റും ഗ്രീൻ ആപ്പിൾ തന്നെ.
എല്ലാ ക്ലിഫ് ഹാങ്ങറിന്റെ സാധനത്തിനും ഏകദേശം അതിന്റെ ഫ്ലേവർ ഏതാണോ അത് തന്നെയാണ് ഫീൽ ആവുന്നത്. ഇതിനും അത് തന്നെ. എന്റെ ഒരു കണക്കുകൂടൽ പ്രകാരം ക്ലിഫ് ഹാങ്ങറിന്റെ ഇപ്പൊ നമ്മൾ കഴിച്ച വേരിയൻസിൽ ഗ്രീൻ ആപ്പിൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആപ്പിളിന്റെ ഫ്ലേവർ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നല്ലൊരു എനിക്ക് ശരിക്കും സന്തോഷമാണ് ഇത് കഴിക്കുമ്പോൾ. ഡങ്കൻജിയും ആസ്വദിച്ചാണ് കഴിച്ചതെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ റിവ്യൂ. ഇനി ഇതൊക്കെ സോഡ ഒഴിച്ച് കുളിപ്പിക്കേണ്ട സമയം. ദാറ്റ്സ് ഇറ്റ്. സോഡ കർമ്മത്തിലേക്ക് വീണ്ടും മദ്യപാനി എത്തിയിരിക്കുകയാണ്. അറിയോടോ? ഇല്ല. മതി. അമിതമായാൽ സോഡയും വെറുത്തു പോകും. വാടാമോനെ. അപ്പൊ ഡ്രങ്കൻ അടുത്ത റൗണ്ട് പോളിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അത് കുതിർന്ന് കിടക്കുക. ഇവിടെ കുതിരുമ്പോഴാണോ ടേസ്റ്റ് കൂടുതൽ. അതാണ് ഈ പൊറോട്ടയുടെ പ്രത്യേകത. സത്യം. ഗ്രേവിയുടെ ആ ഒരു സന്തോഷവും. താനെന്താ ഗ്രേവിക്കകത്ത് കുളിക്കുന്ന? അല്ല, കുളിച്ച് കിടത്തി. ഓക്കെ, ഒന്നും പറയണ്ട. ഇനി ഞാൻ ചോദിക്കില്ല എങ്ങനെയുണ്ടെന്ന്. ഒരുപാട് വട്ടം ചോദിച്ച് നമുക്ക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. ഡ്രങ്കൻ പോളിംഗോട് പോളിംഗ് ആണ്. പോളിംഗ് ഓഫീസർ ആയിരുന്നു താൻ? അല്ല, ഞാനങ്ങനെ കഴിക്കാറില്ല. അതെ, ഫുഡിന്റെ ടേസ്റ്റും അതെ അതിന്റെ ചരിത്രവും ചരിത്രമൊക്കെ കഴിഞ്ഞിട്ട്. ചരിത്രയോ? പക്ഷെ അവിടുന്ന് വാങ്ങിക്കാനാണ് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ പക്ഷെ അവർ തന്നെ പറഞ്ഞല്ലോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് കറിയാണ്. സോറി, പൊറോട്ടയും ബീഫ് കറിയാണ് അവിടുത്തെ. അവർ തന്നെ പറഞ്ഞു. മിസ്റ്റർ ഡ്രങ്കൻ, നമ്മൾ എന്തോടെ ഇവിടെ എത്താൻ ഇത്ര വൈകിപ്പോയത്? നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. അതെ, പല കാലങ്ങളോട് എനിക്ക് അറിവുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മേഖല അല്ലായിരുന്നല്ലോ ഇത്. അല്ലല്ല, നമ്മൾ വരുന്ന കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. എന്നാലും ഒരു രക്ഷയില്ലല്ലോ. ഇങ്ങനെയും പൊറോട്ടയും ബീഫ് റോസും ബീഫ് കറിയും കഴിക്കാം. കഴിക്കാന്നല്ല, ഈ വിലക്ക് കിട്ടാം. അതെ, അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. പിന്നെയും പിന്നെ അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോം ആയല്ലേ? പച്ചയാപ്പിൾ രണ്ടെണ്ണം കഴിക്കാൻ. പച്ചയാപ്പിളാ സാധനം പൊളിയാലോടോ. ക്ലിഫ് ഹാങ്ങറിന്റെ ഒന്നിപ്പടിച്ച 3 പറഞ്ഞ 3 കിടുവായിരുന്നു. നമ്മൾ വാങ്ങിച്ച് 3 കിടുവായിരുന്നു. അത്രേ ഉള്ളൂ. യെസ്. അവിടെ എന്താണ് വൈരക്കല്ലുകളാ? ചില്ല് വീണോ അവിടെ? ഞാൻ പറഞ്ഞു, ഒന്നാമത് കിടന്ന ആള് വേറെ. അതെ, തരൂ മിസ്റ്റർ ഡ്രങ്കൻജി. ഓക്കെ, താങ്ക് യു. പച്ചാപ്പിള്, പൊറോട്ട, ബീഫ്, സൂപ്പർ കോമ്പിനേഷൻ അല്ലേ? എന്തായി? അടിപൊളി. And cheers to you guys. കൂട്ടിയാണ് വിളിച്ചേ? അല്ലല്ല, എനിക്കൊരു ലേസിംഗ് തരാം. നമ്മുടെ ഈ MGMന്റെ ഒക്കെ ഗ്രീൻ ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ ഒരു കുത്തിയ ചുവ വരും. ഒരു ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ തന്നെ ആ ഒരു കുത്തൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതിന് അങ്ങനെ കുത്തിയ ചുവയും കാര്യങ്ങളൊന്നും ഇല്ല. വെരി ഇൻട്രസ്റ്റിംഗ് ബ്രാൻഡ് ഓഫ് എ വോഡ്ക. താനെന്താ കുപ്പി ഇടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കും, ചളക്കി വെച്ചിരിക്കുന്നു? അയ്യ, നിൽക്കത്തില്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത.
സോ ഗായ്സ്, നമ്മുടെ ഈ രാത്രിയിലെ വെള്ളവടിയുടെ പരിസമാപ്തി, ദ കൺക്ലൂഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് പറയുന്നതിനോട് കൂടി തന്നെ നമ്മുടെ സ്വന്തം വഹാബിക്കടയ്ക്ക് ഒരുപാട് താങ്ക് യു. കാരണം ഇതുപോലുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഇത്രയും ചുളുവിലയിൽ നൽകി സേവനം ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ബ്രോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലിഫ് ഹാങ്ങർ ഗ്രീൻ ആപ്പിൾ ഇറക്കിയ മാനുഫാക്ചേഴ്സിനും ഇതുപോലുള്ള നല്ല ക്വാളിറ്റി സാധനം തന്ന് കുടിയന്മാരെ സന്തോഷവന്മാരാക്കുന്നതിന്. സോ ദ ഫൈനൽ ചിയേഴ്സ് ഓഫ് എ നൈറ്റ് ഈസ് ഹിയർ, ജസ്റ്റ് ലൈക്ക് ദിസ്, ആൻഡ് ചീസ് വിത്ത് യു ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ ഇതുപോലെ ഇനിയും വരും, പുതിയ പുതിയ വെറൈറ്റികളുമായി, പുതിയ പുതിയ ബ്രാൻഡുകളുമായി, പുതിയ പുതിയ റെസ്റ്റോറന്റുകളുമായി. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് ഗൈസ്.